നമുക്കൊരു കോംപ്രമൈസിലെത്താം. നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്യാരറ്റ് തരാം. കണ്ട, ഞാനാണ് വയൽ. പക്ഷേ ഞങ്ങൾ പുലികളാണ്. അയ്യോ പുലിയണ്ണന്മാരെ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യില്ല. ചെവിയന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ എവിടെയോ അകപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് അവനെ രക്ഷിക്കണം. ചെവിയനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനമായിട്ടിരിക്കേ കേട്ടോ. അയ്യോ പിടിക്കല്ലേ, ഓടി വരട്ടെ, രക്ഷിക്കണേ. ആ പുലി എങ്ങനെ വരട്ടെന്ന് നോക്ക്. തീർച്ചയായിട്ടും ആ പുലി തന്നെ ജയിക്കും. ആ പുലി ജയിക്കൂല, മുയലേ ജയിക്കൂ. എത്ര രൂപ ബെറ്റ്? ജയിക്കുന്നവർക്ക് ഞാൻ മുയലിന്റെ കറി വെച്ച് തരും. എങ്ങനെയുണ്ട്? നീ സംശയിച്ചത് ശരി തന്നെയാണ്. പെറ്റ് പാൽസ് അകത്തെത്തിക്കഴിഞ്ഞു. അവിടെ നിക്ക്. തള്ളേ പുലി നിന്ന്. ഈ പെറ്റ് പാൽസിന്റെ കഥ ഇന്നത്തോടെ കഴിയും. നല്ല കെണിയിലാ പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മൊത്തം 7 പേരുണ്ട്. ആ പുലികൾ 2 ഉള്ളൂ. നിങ്ങളെ ആരാ കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത്? വരൂ വരൂ. രാവിലെ ഞാൻ ആരെയാ കാഴ്ച കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പുലിയെ കണ്ടാലേ ഞാൻ ഓടും. ఇప్పుదా 4 పులి నిల్కొന്നു ഇവിടെ. వేళ నువ్వు కట్టిన వారధి విరిగిపోతే? ఒకవేళ వారధి విరిగిపోతే నేను అన్నిటినీ వదిలేస్తాను. നിനക്ക് 3 പേര്, എനിക്ക് 3 പേര്. ഓക്കെ ഇത്രയും. ആഹാ, സൂപ്പർ മഞ്ഞകളി. വളവളന്ന് സംസാരിക്കാതെ മത്സരം തുടങ്ങാൻ നോക്ക്. പുലികൾക്ക് നമ്മൾ എന്താ മെഡലാണോ കൊടുക്കാൻ പോകുന്നത്? ആ പെറ്റ് പാൽസിനെ കൊന്നു തിന്നാൻ പറയൂ പെട്ടെന്ന്. നല്ല സമയം. ഇത്തവണ നമ്മളെ ഗോതയിലേക്ക് ഇറക്കി വിട്ടതേ. മാതിരി തങ്കു, അവര് കേൾക്കേണ്ട. അവിടെ 4 പുലികളുണ്ട്, കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ പോയി ആ പെറ്റ് പാൽസിനെ വരട്ട്. ഇവിടുന്ന് ഓടിക്കോ. സന്തോഷമായോ തങ്കു? ആയി കുട്ടപ്പ, നമുക്ക് ഓടിക്കാം, വാ. ഓ, നിങ്ങൾ വന്നോ? ഇത്ര നേരം എന്താ നിങ്ങളെ കാണാത്തെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് എത്തിയല്ലോ. ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം മഞ്ഞകളി. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ മഞ്ഞക്കിളി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നെന്ന് നീ നോക്ക്. ഇതിനെ തിന്നാൽ വായിലൊട്ടാനുള്ളതേ ഉള്ളൂ, വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാമോ? ആർക്ക് കിട്ടുകയാണെങ്കിലും അതിന്റെ പകുതി. എന്തരോ എന്ത്, ഇതെല്ലാം കഴിയുമ്പോ നമ്മളൊരു പരുവാവും തോന്നുന്നു. നമ്മളെന്ന് പറയാതെ തങ്കു, ഞാനൊരു വീരനാണ്. അടിപൊളി മഞ്ഞക്കിളി. എല്ലാവരും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗാവട്ടെ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കണ്ടില്ലേ, അവര് പിന്നെയും ജയിക്കാൻ പോകുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും വേസ്റ്റ് ആയി പോയല്ലോ. 4 പുലികൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഗുണവുമില്ല. പിന്നെ നിന്നെയൊക്കെ എന്തിനാ പുലി എന്ന് പറയുന്നത്? ഇതാ ഞങ്ങൾ സബീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, വളരെ നന്നായി. നിങ്ങൾ വളരെ കടുത്ത ഒരു മത്സരം കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തും നേരിടാൻ കഴിയും. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഞങ്ങളുടെ ടീമിനെ മുത്തുക. അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സബീനയെ രക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. അതും ഞാൻ സിനിയുടെ കയ്യിലേക്ക് കൊടുക്കൂ. കാരണം അത് നിനക്കാണ് കൂടുതൽ മാച്ച് ആവുന്നത്. കണ്ടോ, നിങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരേണ്ടതാണ്. പക്ഷെ എന്റെ അടുത്ത് ഒരു കിരീടമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് സിനിക്ക് സമ്മാനമായി നൽകുന്നു. വാങ്ങിക്കൊള്ളൂ. ഞാൻ സബീനയെ ഈ നാട്ടിലെ രാജകുമാരിയാക്കാനാണ് കടത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോ ആ പെറ്റ് പാൽസ് അവളെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടിൽ രാജകുമാരി ഇല്ല. എന്റെ വയറ് കാത്തുന്നേ. വയറല്ലേ കത്തുന്നു പറഞ്ഞത്? അതിനാണോ ഈ ഫയർ എഞ്ചിൻ? പെറ്റ് പാൽസും പോയി, എന്റെ സബീനയും പോയി. ആ വൃത്തികെട്ട കാക്കയെ കിട്ടിയിരുന്നെങ്കിൽ. ഇനി നടക്കാനുള്ളതൊക്കെ നന്നായിട്ട് നടക്കും. എന്റെ ആശംസകൾ. ഇത് ഞങ്ങൾ നേരത്തെ ഒരുപാട് കേട്ടിട്ടുള്ളതാ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഇതാ, ഈ മുത്ത് പതുക്കെ എടുത്തോളൂ. ഈ മുത്ത് ഞങ്ങളുടെ കയ്യിൽ വരാൻ കാരണം നീയാണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട്. ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളാ കാരണക്കാരായത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. ഓ, അതിലവൻ വീണു. ഇനി 3 ദിവസത്തേക്ക് ഇവൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരയ്ക്കും നമ്മൾ 24 മുത്തുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയും 2 മുത്തുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിലേ മിഡിൽ വുഡ്സിനെയും അവിടെയുള്ള മൃഗങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ മാന്ത്രിക കാക്ക എല്ലാം നശിപ്പിക്കും. അപ്പൊ ആകെ എത്ര ദിവസമായി കാണും? 3 പൗർണമി. അപ്പൊ എത്ര പൗർണമി കടന്നിട്ടുണ്ടാവും നമ്മൾ? 2.5 പൗർണമി കഴിഞ്ഞോ? അപ്പൊ ഇനി 1/2 പൗർണമി ഉണ്ടല്ലോ. വിഷമിക്കാതെ, ഇനി 2 ഉള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ. മാന്ത്രികക്കാക്ക് വിജയിക്കാൻ വിടില്ല. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ പെറ്റ് പാൽസ് നേരെ ഇങ്ങോട്ടാ വരുന്നത്. നിങ്ങൾ 2 പേര് റെഡിയായിരുന്നോണം. ഇത്തവണ അവർക്ക് മുത്ത് ലഭിക്കാനേ പാടില്ല. ജാഗ്രതയായിരിക്കെ. വിഷമിക്കുണ്ടാവും ഞങ്ങൾ പറയും. പക്ഷെ അവസാനം തുടക്കത്തിലെ അപശകുനം പറയാതെ. ഇത്തവണ നല്ലത് തന്നെ നടക്കും. പെറ്റ് പാൽസിന് മുത്ത് കിട്ടില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി.
ഞങ്ങൾ രണ്ടുപേരും വളരെ സിൻസിയർ ആയിട്ട് പ്രവർത്തിച്ച് പെറ്റ്പാൽസിനെ തടഞ്ഞ് മുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നത്. ആവേശം കൊള്ളാം. ഈ ആവേശം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തിപ്പോ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നേനെ. അതെല്ലാം പോട്ടെ, സമയം ഇപ്പോഴും വൈകിട്ടില്ല. ബാക്കി 2 മുത്തെങ്കിലും നമ്മുടെ കയ്യിൽ വന്നു ചേരണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് തക്ക ബഹുമതിയും ഞാൻ നൽകാം. ഈ മാന്ത്രികക്കാകയ്ക്ക് വേറെ ജോലിയില്ലേ? നമ്മൾ പോകുന്നിടത്തെല്ലാം വരും. നമ്മളെ പോലെ തന്നെ അവർക്കും മുത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. ചെറിയ മുന്തിരി കണ്ട കുറുക്കനെ പോലെ ഇങ്ങനെ ഓടല്ലേ, എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടും. കണ്ട, ആനയ്ക്ക് അലങ്കാരമൊക്കെ ചെയ്ത് പൂമാല ഇട്ട് വച്ചിരിക്കുന്നത്. ഇതിനെന്തിനാണ് പൂമാല? അത് കണ്ടോ, നമുക്ക് ഉപദേശം തരാനായിട്ട് ആ പക്ഷി എത്തിച്ചേർന്നിട്ടുണ്ട്. വാ, അതിനടുത്ത് പോ. എല്ലാവരും മുത്തെടുക്കാനല്ലേ വന്നിരിക്കുന്നത്? അതെ, അതിനെന്താ സംശയം? മുത്തിനെ കുറിച്ച് പറയാൻ വേറൊരാൾ വരുന്നുണ്ട്. അയാൾ വരുമെന്ന് പറയാനാണ് ഞാനിപ്പോ വന്നത്. സംശയങ്ങളൊക്കെ അയാളോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. അതിനാണെങ്കിൽ അയാൾക്ക് നേരിട്ട് വന്നാ പോരെ. ഇത് വേറൊരാൾ വന്ന് വെറുതെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നു. സംസാരിച്ച് വെറുതെ സമയം കളയുന്നതാണ് നിന്റെ ഏറ്റവും വലിയ വിനോദം. മര്യാദയ്ക്ക് താഴെ ഇറങ്ങ. എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. നീ അവിടെ കയറി ഇരുന്നാൽ എന്നെ സഹായിക്കുന്ന ആരാ? ഒരുപക്ഷെ ചന്ദ്രൻ സിനിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ആ ചന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? തളെ ചിന്തിക്കാൻ വയ്യ. ചന്ദ്രനല്ല, വേറെ ആരായിരുന്നാലും സിനി വായടപ്പിക്കും. നമ്മളിപ്പോൾ മുത്ത് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് എവിടെയുണ്ടെന്ന് ആരാ പറയാൻ പോകുന്നത്? ചെവിയാ, അനങ്ങാതെ നിക്കണേ. നിന്റെ പുറകിലൊരു വലിയ രൂപം. അത് വേറെ ആരുമല്ല, എന്റെ അടുത്തൊരു കുട്ടി ആന ഇരിക്കുന്നില്ലേ, അതിനെ സംരക്ഷിക്കാൻ വന്ന വലിയ ആനയായിരിക്കും. അതിനെ നമുക്ക് അനുനയിപ്പിച്ച് പറഞ്ഞു വിടാമേ. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിക്കേ. നിന്റെ പുറകെ നിൽക്കുന്നത് കോബ്രയാ. എന്തോന്ന് സിനി, അത് കോബ്ര ആയിരിക്കില്ല, സീബ്ര ആയിരിക്കില്ല തന്നെ അണ്ണ. ശാസ്താവേ, എന്നെ കണ്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരം തരാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മുത്തന്വേഷിച്ചല്ലേ വന്നിരിക്കുന്നത്? പക്ഷെ ഇത്തവണ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഭാവി പറയുന്ന ഒരു മന്ത്രവാദിയെ കണ്ടെത്തും. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കണോ? ശരി. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ, സിനി മോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ. ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടേ, വെളിയിൽ വാ. ബാൻഡു, പുറത്തേക്ക് വാടാ. ബാൻഡു എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ചെറുതായിരിക്കോ അതോ വലുതായിരിക്കോ? ആ പെറ്റ്പാൽസിനെ തോൽപ്പിക്കാനുള്ളത് അറിയാലോ. അവൻ പുറത്തു വന്നാലേ ഇവരുടെ സംശയം തീരൂ. അവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മാനം പോകും. അതിനകത്ത് കൈയിട്ട് അവൻ കൊത്തൂലേ? കൊത്തിയാലോ നിന്നെയല്ലേ കൊത്തു. എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെ വെളിയിൽ കൊണ്ടുവാ. എന്തിനാടാ ചിരിച്ചോണ്ട് കണ്ണു തള്ളുന്നേ? അവനെ വെളിയിൽ കൊണ്ടുവാ. പുറത്തു വാ. ആരാണത് ഉറങ്ങുമ്പോ വന്ന് സംസ്കാരമില്ലാത്ത കൂജയിൽ തട്ടുന്നത്? എവനാണോ നിങ്ങളുടെ ബാൻഡു? ഏയ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാ വന്നത്? ആരായി കൂടെ നിൽക്കുന്ന കുട്ടിത്തേവാങ്ക്? കുട്ടിത്തേവാങ്ക് ഞാനല്ല, ദാ ഇവമാര് രണ്ടുവാ. എനിക്ക് വേണ്ടി നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. അതിനൊരു ബഹുമതി ഞാൻ നിനക്ക് തരും. എന്തു പറയുന്നു? ബഹുമതി ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. വൃത്തികെട്ടാണെന്ന പേര് കിട്ടിയാൽ മാത്രം മതി. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയില് പാത്രം ഉണ്ടാവണം, പക്ഷെ പാത്രത്തിൽ കഥയുണ്ടാവരുത്. എന്തൊക്കെയോ പിച്ചുമ്പേയും നീ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ പെറ്റ്പാൽസിനെ നീ തടയണം. എപ്പ തടയണമെന്ന് പറഞ്ഞാ മതി. അവരെ നമുക്ക് ആവശ്യമുള്ള മുത്തെടുക്കാൻ വേണ്ടി വായടക്ക്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പെറ്റ്പാൽസ് വന്നുകൊണ്ടിരിക്കുക. അവരെ തടഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് ഭയങ്കര ബുദ്ധിശാലികളാണ്. നിങ്ങളും അല്പം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി വല വിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങാതെ നോക്കുകയും വേണം. നീ വിരിച്ച വലയിൽ നീ തന്നെ കുടുങ്ങരുത്. ഉണർന്ന് പ്രവർത്തിക്കണം. ഓർത്തോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ അറിയേണ്ട കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ്. പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവർക്കേ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? അടി ഇരന്ന് വാങ്ങിക്കണോ? യവൻ പറയുന്നത് നീ കാര്യമാക്കരുത്. പെറ്റ്പാൽസിന്റെ മുന്നിൽ നീ ഭാവി കാര്യം പറയുന്ന മന്ത്രവാദിയെ പോലെ അഭിനയിക്കണം. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി, അത് ഞാൻ നോക്കിക്കോളാം. പോകുന്ന വഴിയിൽ ഭാവി പറയുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ വലിയൊരു പാമ്പുണ്ട്. ഇനി അതായിരിക്കോ? അവിടെ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചെവിയാ, അവര് ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അതല്ല പ്രധാനം. അവര് രണ്ടുപേരും നമ്മൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്നാ എനിക്ക് തോന്നുന്നത്. അവരെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാനിപ്പോ. നീ എന്നോട് പറഞ്ഞ പെറ്റ്പാൽസ് ഇവര് തന്നെയാണോ എന്ന് നോക്ക്. അവർ ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടം കടന്നു പോകാൻ അനുവദിക്കരുത്. മനസ്സിലായോ? അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവരുടെ ഭാവി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്തോ. ഈ കാട്ടിൽ നിങ്ങൾ പുതുമുഖങ്ങളാണല്ലോ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അണ്ണാ, ഞങ്ങൾ ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയും ഇല്ല. ഞങ്ങളെല്ലാം ടൂറിസ്റ്റുകളാണ്.
നീ ആരാണ്, ഏതൊക്കെ സമയത്ത് ഭാഷ മാറ്റും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ തടയാനായി ഞാൻ വന്നത്. നീ ആ സിനി തന്നെയല്ലേ? ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ എന്റെ പ്രശസ്തി കാടോളം വളർന്നിട്ടുണ്ടെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ ലോക പ്രശസ്തി നേടിയവളാണ്. നീയും ചെവിയനും കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ അകപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്? മിക്കവാറും ആ മാന്ത്രിക കാക്ക നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശരി, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. മഞ്ഞക്കിളി എന്ത് പറയുന്നു? നമ്മുടെ മഞ്ഞക്കിളി ഒരു ഐഡിയ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാ നമ്മൾ നേരെ പോയി നമ്മുടെ ശത്രുവിനോട് തന്നെ വഴി ചോദിക്കണം. ഞങ്ങൾ വളരെ കഠിനമായ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി വന്നിരിക്കുന്നവരാണ്. ഉത്തരവല്ലേ? അത് ഞങ്ങൾ പറഞ്ഞോളാം. സംശയം ചോദിച്ചു വരുന്നവർക്ക് നല്ല മറുപടി നൽകി നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് നരി ചന്ദ്രനെ നോക്കി ഓരിയിടുന്നത്? അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. രണ്ടുപേരിൽ ആരാണ് പറയേണ്ടത്? പൂവോ തലയൊന്ന് ടോസ് ഇട്ട് നോക്കാം. പൂവും തലയൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അഥവാ ഒരു കോയിൻ കിട്ടി നമ്മൾ ഇട്ട് നോക്കിയാൽ അത് മണ്ണിനടിയിലോ മറ്റോ പോയാലോ? അപ്പൊ പൂവാണോ തലയാണോ എന്ന് അറിയാനും പറ്റില്ല, നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കിട്ടില്ല. വേറെന്തെങ്കിലും ഐഡിയ നോക്ക്. ശരി സിനി, അക്കരെ നിൽക്കും കൊക്കക്കോ, ഇക്കരെ നിൽക്കും കൊക്കക്കോ, കൊക്കക്കോ. ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും എന്റെ കൂടെ വന്നോളൂ. ഇപ്പൊ ആ പാമ്പ് നമ്മളെല്ലാരും പുറകെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ കൊത്തി 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 കൊല്ലുവോ? ഇവൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട സിനി, അവർ ഉത്തരം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വേല ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. അവരിൽ ആരാണ് കഥ പറഞ്ഞ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതെന്ന് നമുക്കൊരു ബെറ്റ് വെക്കാം. ഒരു പക്ഷെ നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യൂ. ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് സിനി. നിനക്ക് എപ്പോഴും എനിക്ക് മനസാക്ഷിയില്ല എന്ന് പറയാനേ അറിയാവൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ആകാശത്തോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. താഴെ ഉറങ്ങിക്കിടന്നിരുന്ന നരിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു, എനിക്ക് വഴിതെറ്റി, എന്നെ ഒന്ന് സഹായിക്കാവോ? വഴി എനിക്കറിയാം. രാത്രി സമയങ്ങളിൽ നീ പോകുന്ന വഴിയെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് വഴി എനിക്ക് നന്നായിട്ടറിയാം. നീ വിഷമിക്കാതെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. രാത്രി നേരങ്ങളിൽ നരി ഓരിയിട്ട് ചന്ദ്രൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നരി രാത്രികാലങ്ങളിൽ ഓരിയിടുന്നത്. ഇപ്പൊ മനസ്സിലായോ നരി എന്തിനാണ് ഓരിയിടുന്നതെന്ന്? നിങ്ങളുടെ അടുത്തൊരു കഥ പറയൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നരിയുടെ കുഞ്ഞിനെ കാണാതെ പോയി. അത് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടന്നു. ഓരിയിടുന്ന ശബ്ദം അങ്ങ് ചന്ദ്രൻ കേട്ടു. നീ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശരി, നീ വിഷമിക്കണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെളിച്ചം തരാം. നീ കുഞ്ഞിനെ അന്വേഷിക്ക്. ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം രണ്ടിരട്ടിയാക്കി. ആ പ്രകാശത്തിൽ നരി ഓരിയിട്ട് തന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ചന്ദ്രനെ നോക്കി നരി ഓരിയിടുന്നത്. നിങ്ങൾ പറഞ്ഞ കഥയെക്കുറിച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. എന്താ, അത് മതിയല്ലോ? എനിക്കെന്തോ ഫസ്റ്റ് കഥയിലാണ് ന്യായം ഉള്ളതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയാണ് എനിക്ക് ന്യായമായിട്ട് തോന്നിയത്. നീ എന്തിനാ അവനെ അടിക്കുന്നത് സിനി? അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറയട്ടെ. അതുകൊണ്ട് വെറുതെ നീ ചെവിയെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരൂ, നമുക്ക് അതിനടുത്ത് പോയി സംസാരിക്കാം. കഥയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരുടെ കഥയിലാണ് ലോജിക് ഉള്ളത്? എന്റെ കഥയിലാണോ അതോ ഇവന്റെ കഥയിലാണോ? ഞങ്ങൾക്ക് ശരിക്കുള്ളൊരു നരിയെ പോയി കാണണം. അതിനോട് പോയി കഥ പറഞ്ഞ് സത്യം എന്താന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ കഥ സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ അനുഭവിക്കും. എന്തുകൊണ്ട്? ചോദിക്കുന്ന കേട്ടില്ലേ, ഉത്തരം പറ. നരികളെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയാൽ നരി കടിക്കും. തലഞ്ഞ് നമ്മുടെ അണ്ണന്മാരതാ കണ്ണം വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും. ആ നരികളുടെ ചന്ദ്രനെ കുറിച്ചുള്ള കഥ സത്യമാണെന്നറിയില്ല. നമ്മുടെ ആൾക്കാരെ ആ നരിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമെന്നാ എനിക്ക് സംശയം, അല്ലേ? എപ്പോഴും നമ്മൾ